തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന ജില്ലകളിൽ ഒന്നാണ് തൃശ്ശൂർ. 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലെ 13 12 സീറ്റുകളും LDF നേടിയിരുന്നു. പരമ്പരാഗതമായി LDF-നും UDF-നും വലിയ അടിത്തറയുള്ള ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി BJP വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. തൃശ്ശൂർ, മണലൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടമാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ആദ്യം മണ്ഡലങ്ങളിലെ മുൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കണം. പക്ഷേ നമ്മൾക്ക് അതിലേക്ക് പോകേണ്ട എന്ന് തോന്നുന്നു. അതിനു മുമ്പ് തന്നെ നമ്മൾക്ക് അതിലത്തെ മണ്ഡല വിശകലനത്തിലേക്ക് കിടക്കേണ്ടതുണ്ട്. സമയക്കുറവ് കൊണ്ട് മാത്രമാണ്. ലെവിൻ, ഞാൻ ഒരു ആമുഖമായി പറഞ്ഞതുപോലെ തന്നെ കടുത്ത മത്സരം നടന്ന ഒരു സ്ഥലം തന്നെയാണ്. മധ്യ കേരളത്തിൽ നിന്ന് വലിയ സീറ്റാണ് ഇത്തവണ UDF പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ജില്ല അവർ കണക്കുകൂട്ടുന്നത് തന്നെ തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായെന്ന് നേരത്തെ CPI അടക്കം സമ്മതിക്കുന്ന ഒരു നില പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെയാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് ഉറ്റുനോക്കുന്നത്. തൃശ്ശൂരിലെ എവിടെയൊക്കെ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം, മാത്രവുമല്ല ചില അട്ടിമറികൾ സാധ്യതകൾ കൂടി കാണുന്നുണ്ടല്ലോ. ഒപ്പം BJP ഇവിടെ ഈ ജില്ലയിൽ നിന്നും അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഷാമിലി, കടുത്ത രാഷ്ട്രീയ മത്സരം നടന്ന ജില്ലകളിൽ ഒന്നായി തൃശ്ശൂരിനെ വിലയിരുത്താം. തൃശ്ശൂരിലെ രാഷ്ട്രീയ കാറ്റ് എങ്ങോട്ട് വീശുന്നോ അത് സംസ്ഥാനത്തിന്റെ ഭരണത്തെ നിർണ്ണയിക്കാമെന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ലോക്സഭയിലും തദ്ദേശത്തിലും നിയമസഭയിലും 3 വ്യത്യസ്ത രാഷ്ട്രീയ സ്വഭാവങ്ങൾ കാണിക്കുകയും 3 മുന്നണികൾക്ക് അനുകൂലമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുകയും ചെയ്ത ജില്ല എന്നുള്ള നിലയിലാണ് തൃശ്ശൂരിന്റെ പ്രസക്തി ഈ തെരഞ്ഞെടുപ്പിൽ ഏറുന്നത്. ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് 13 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം ഒഴികെ LDF കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കുകയും നിലനിർത്തുകയും ചെയ്ത സാഹചര്യമാണ് ഉള്ളത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്ന 3 മണ്ഡലങ്ങൾ തൃശ്ശൂരും മണലൂരും നാട്ടികയുമാണ്. NDAയ്ക്ക് കൂടി അവിടെ ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങൾ മാറുന്നതോടുകൂടിയാണ് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഈ 3 മണ്ഡലങ്ങൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റുകളായി മാറുന്നത്. ഏതായാലും തൃശ്ശൂരിൽ ത്രികോണ മത്സരം ആലങ്കോട് ലീലാകൃഷ്ണനും പത്മജ വേണുഗോപാലും അതോടൊപ്പം തന്നെ രാജൻ ജെ പല്ലനും തമ്മിലുള്ള മത്സരം ഏത് നിലയിലെത്തും എന്നുള്ള കാര്യത്തിൽ ഇനിയും മുന്നണികൾക്ക് കൂട്ടിക്കിഴിക്കലുകളിൽ നിന്നും വ്യക്തമാക്കാത്ത സാഹചര്യമാണുള്ളത്. ആർക്ക് അനുകൂലമായി തൃശ്ശൂരിലെ സാഹചര്യങ്ങൾ മാറുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് വലിയ മേധാവിത്വം നൽകിയ ഈ മണ്ഡലം നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. കഴിഞ്ഞ സിറ്റിംഗ് MLA 936 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച P. ബാലചന്ദ്രന്റെ ഉദാഹരണമായി LDF-ന് ഇവിടെ വിജയിക്കാനാവുന്ന സാഹചര്യമുണ്ട്. നാട്ടികയിൽ സിറ്റിംഗ് CPI MLA ആയിരുന്ന CC മുകുന്ദൻ BJP പാളയത്തിലെത്തി മത്സരിച്ചതോടുകൂടിയാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നത്. മുൻ MLA ആയിട്ടുള്ള ഗീതാ ഗോപിയെ മത്സര രംഗത്തേക്ക് ഇറക്കി CPI വീണ്ടും അവിടെ വിജയം പ്രതീക്ഷിക്കുന്നു. അതേസമയത്ത് സുനിൽ ലാലൂരിയുടെ അനുകൂലമായ സാഹചര്യങ്ങൾ, CC മുകുന്ദന്റെ മറുകണ്ഠം ചാട്ടം അടക്കമുള്ള അനുകൂല സാഹചര്യങ്ങൾ മുതലാക്കിക്കൊണ്ട് അവിടെ വലിയ വിജയം നേടാമെന്നുള്ളതാണ് തൃശ്ശൂരിലെ നാട്ടിക മണ്ഡലത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ പ്രതീക്ഷ. അതേസമയത്ത് മറ്റ് മണ്ഡലങ്ങളിലേക്ക് പോയാൽ കൊടുങ്ങല്ലൂരിൽ യുവനേതാവായിട്ടുള്ള OJ ജനീഷ് മത്സരിക്കുമ്പോൾ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. മണലൂരിൽ TN പ്രതാപനും രവീന്ദ്രൻ മാഷും തമ്മിലുള്ള മത്സരം ജില്ലയിലെ സ്റ്റാർ വാറുകളിലൊന്നായി മാറുന്നതും പ്രത്യേകമായി പറയേണ്ടതാണ്. ഏതായാലും LDF-ന് വലിയ മേൽക്കോയ്മയുള്ള മണലൂർ മണ്ഡലത്തിൽ പ്രതാപനെ പോലെ പരാജയമറിയാത്തൊരു നേതാവ് എത്തുമ്പോൾ അവിടെ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള KK അനീഷ് കുമാർ കൂടി എത്തുമ്പോൾ ആ മത്സരത്തിൽ പോരാട്ടത്തിൽ ശക്തമായ വീറും വാശിയും പുറപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. CPI-യുടെ ചില സിറ്റിംഗ് മണ്ഡലങ്ങളുണ്ട്. കൊടുങ്ങല്ലൂരിനും അതോടൊപ്പം തന്നെ കയ്പമംഗലത്തിനൊപ്പം UDF-നെ സംബന്ധിച്ചുകൊണ്ട് ചാലക്കുടി അവരുടെ സിറ്റിംഗ് മണ്ഡലമാണ്. LDF-നെ സംബന്ധിച്ചുകൊണ്ട് മറ്റ് ഉറച്ച മണ്ഡലങ്ങളെന്ന് പറയാൻ കഴിയുന്നത് ഇരിങ്ങാലക്കുടയും അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരിയുമാണ്. അത്തരത്തിൽ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. മുസ്ലിം ലീഗ് ഏറെ തർക്കങ്ങൾക്ക് ശേഷം ഏറ്റെടുത്ത ഗുരുവായൂർ മണ്ഡലത്തിൽ അവർക്ക് വിജയിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. മുരളീധരനെ ലീഡ് നൽകിയ ഏക മണ്ഡലം എന്നുള്ള നിലയിൽ ഗുരുവായൂരിനെ സംബന്ധിച്ചുകൊണ്ടും വലിയ പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്.